ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഒരു ടീസർ റിയാക്ഷനുമായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ഒരു സിനിമയെ കുറിച്ച് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു പോസ്റ്റർ, ഇതിൻ്റെ ഒരു തമ്പനയിൽ കണ്ടപ്പം തന്നെ ഞാൻ ഈ സിനിമയിൽ നല്ലൊരു മാർക്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് അങ്ങ് ഷോക്ക്ഡ് ആയിപ്പോയി, ഒരു ഇംപ്രസ്ഡ് ആയിപ്പോയി. ദുൽഖർ സ്റ്റാറായിട്ട് വരുന്ന സിനിമ കാന്ത ഒഫീഷ്യൽ തമിഴ് ടീസർ എന്നാണ് സിനിമയുടെ പേര്. കാന്ത എന്നാണ് സിനിമയുടെ പേര്. അറിയില്ല, അത് കണ്ടിട്ട് നമ്മുടെ MGRന്റെ ഒക്കെ ഒരു ലുക്കായിട്ടാണ്. എനിക്കറിയില്ല, ഈ സിനിമയെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് തന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവമാണ് തോന്നുന്നത്. ദുൽഖറിന്റെ ലെവൽ എന്താണ് ഇപ്പം? തെലുങ്കിലെല്ലാം പോയിട്ട് ഓരോരോ സിനിമകളും അമ്മാതിരി രീതിയിൽ, തെലുങ്കിൽ, ഹിന്ദിയിൽ, മലയാളത്തിലേക്കാട്ടും കൂടുതൽ ഇപ്പോൾ പുള്ളി മറ്റുള്ള ഭാഷകളിലാണ് പോയിട്ട് തിമിർക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും നമുക്ക് ടീസർ റിയാക്ഷനിലേക്ക് കടക്കാം. 5 മണിക്കൂർ മുമ്പാണ് ഈ ടീസർ ഇറങ്ങിയത്. 1,15,000 വ്യൂസും ഉണ്ട്. 2 മിനിറ്റ് 13 സെക്കൻഡാണ് ഈ ടീസർ ഉള്ളത്. ദുൽഖർ ഫാൻസ് എല്ലാവരും വന്നിട്ട് ഷോ യുവർ സപ്പോർട്ട് ടു DQ. ലെറ്റ്സ് ജമ്പ് ടു ദ ടീസർ റിയാക്ഷൻ. 2, 1, ലെറ്റ്സ് ഗോ. ஸ்டுடியோஸ் தயாரிக்கவிருக்கும் திரைப்படம் சாந்தா தமிழ் சினிமாவின் ഇത് MGR കഥ തന്നെയാന്ന് തോന്നുന്നത്. பாபு முதல் ஷாட் என்ன? சந்திரன் பெயிண்டிங்ல பேய் நீலிய பார்த்து பயப்படுறதையா? ഭാരതിയാറാണോ അത്? இருக்கான்ல அவர் இருக்காரு. നമ്മുടെ ഇരുവറിന്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലാണ് എനിക്ക് പെട്ടെന്ന് അത് കണ്ടപ്പോൾ തോന്നിയത്, സത്യം പറഞ്ഞാൽ. അപ്പോൾ ദുൽഖറിന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണല്ലോ, ഡിസ്ട്രിബ്യൂഷൻ நான் ആയിരിക്കും. உங்களை ஒன்று கேட்கலாமா? கேளுங்க. நீங்களும் ஐயாவும் ஏன் பேசிக்காம இருக்கீங்க? கண்ண பெருசாள் അത് പാവം, ഇത് ഇരുവറിന്റെ സംഭവം ആണോ? ഓ, ഇത് MGRന്റെ സംഭവം തന്നെ അല്ലേ? நீ யாருன்றது அந்த உலகம் பார்க்க போகுது. എന്റെ മോനെ, நான் அவர் மேல வச்சிருந்த மரியாதை அளவுக்கு வேற யாராலையும் வைக்க முடியாது. எல்லாரும் കരുണാനിധി MGR തന്നെയാണ് തോന്നുന്നത്. இந்த படத்தோட கதாசிரியரா இயக்குனரா நான் சொல்றேன். സത്യം പറഞ്ഞാൽ നമ്മുടെ ഇരുവറിന് ശേഷം വേറൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. எல்லாமே நீதான். പക്ഷെ അതിന്റെ മുകളിൽ നിൽക്കാൻ പറ്റുമോ? അത് അത്രയും വലിയൊരു ലെജൻഡറി മൂവി അല്ലേ? ബാബു அண்ணே, എന്ത് സീനിലാ? കുറച്ചും കൂടി ചിലപ്പോൾ ക്ലോസ് ആയിട്ട് വേറെ എന്തെങ്കിലും കഥകൾ കാണിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. பத்தி பேசிக்கிறேங்க. അത് വേണ ബാബു, ഇതാ നല്ല സീനിൽ ആരംഭിപ്പോ. വൺ ഷോർട്സ് ഫ്രെയിംസ്, ദുൽഖറിന്റെ ഓറ കിടിലൻ. വിന്റേജ് സ്റ്റാർ തന്നെ ദുൽഖർ കേട്ടോ, വിന്റേജ് സ്റ്റാർ തന്നെ. ആ പേര് കറക്റ്റ് ആണ്. சக்கரவர்த்தி ஆரம்பமே அமர்க்களமா இருக்கு. പുള്ളിക്ക് വിന്റേജ് പീരീഡ് എന്ന് പറഞ്ഞാൽ ദുൽഖറിന്റെ ഒരു വന്നാണ് കേട്ടോ. പ്രൊഡ്യൂസ് ബൈ ആനന്ദപതി, ദുൽഖർ സൽമാൻ. ഓഹോ, അപ്പുറം പടം പേര് സാന്ത അല്ല, കാന്ത. കാന്ത. ഓഡിയൻസ് Man, ഇത് ഒരു പൊളിക്കും. കണ്ടിട്ട് പടം നല്ല ലെവലാവുന്നതാണ് തോന്നുന്നത്. ട്രെയിലർ, ടീസർ കണ്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല ഫ്രെയിംസ്, നല്ല ഷോട്ട്സ്, നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല ആക്ടിങ് ഒക്കെയാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് MGR, കരുണാനിധി അങ്ങനത്തെ ഒക്കെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ ഇത് സെപ്റ്റംബർ 12-ാം തീയതി ഇറങ്ങും. എന്തായാലും ഞാൻ ഇത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ഈ സിനിമ എന്തായാലും പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കും. കാരണം ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ദുൽഖർ എന്ന് പറഞ്ഞാൽ ദുൽഖർ വിന്റേജ് സംഭവങ്ങൾ, വിന്റേജ് കാർസ് ആയിക്കോട്ടെ, വിന്റേജ് പീരീഡ് ഒക്കെ കാണിക്കുന്നതിന് ദുൽഖർ എന്ന് പറഞ്ഞാൽ വേറൊരു ടാലന്റ് അല്ലെങ്കിൽ വേറൊരു ലെവലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പുള്ളി ചെയ്യുന്നത് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ലക്കി ഭാസ്കർ, ആ ഒരു വിന്റേജ് ലുക്ക് ദുൽഖർ അല്ലെങ്കിൽ ആ പീരീഡിനോട് ഭയങ്കര ഒരു അഡാപ്റ്റബിലിറ്റി പുള്ളി കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ കുറച്ച് മെയിൻ ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയാൽ 128 ദിസ് സീൻ ഗൂസ് ബംസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ട്രെയിലർ അല്ല, ടീസർ നന്നായിട്ടുണ്ട്. പടം കയറി കൊളുത്തിക്കോട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്ന ജനം മനസ്സുകളിൽ പിറന്നാൾ ആശംസകൾ കുഞ്ഞിക്കോ. ദുൽഖറിന്റെ ബർത്ത്ഡേ കൂടിയാണ്. ഇരുവർ വൈബ്സ്, അത് തന്നെ ഇരുവർ വൈബ്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുവറിന്റെ ഒരു സംഭവമായിട്ട് തോന്നുന്നത്. ഇരുവറിന്റെ മുകളിലോട്ടേക്ക് നിൽക്കണമെങ്കിൽ അതിൽ കാണാത്ത തരത്തിലുള്ള കഥകളും കാര്യങ്ങളും ഇതിൽ കാണിക്കുമ്പോൾ ഇന്നത്തെ കാലത്തുള്ള ഓഡിയൻസിന് കൂടുതലും ദുൽഖറിന്റെ കൂടെയൊക്കെ നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ആ കഥകളും ഇരുവർ കാണാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക്, ഇന്ന് 10 വയസ്സ് തൊട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ സിനിമ മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനൊക്കെ നല്ലൊരു സ്കോപ്പ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
എജ്ജാതി രാവിലെ ലോക വിഷ്വൽസ് കൊണ്ട് അത്ഭുതപ്പെട്ടു. ഇപ്പോൾ ആക്ടിങ് കണ്ട് ദുൽഖർ ബോക്സ് ഓഫീസ്. എന്തായാലും ടീസറും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും ഡിസപ്പോയിന്റഡ് ആയിരിക്കും. കൂടുതൽ എക്സ്പെക്ടേഷൻസ് ആണ് ഉണ്ടാവുക. പിന്നെ നല്ലൊരു ക്ലാസ് പടവും കൂടി ആയിട്ടാണ് തോന്നുന്നത്. ക്ലാസ്സും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പടമായിട്ടാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. എന്തായാലും വെരി എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി. നിങ്ങൾ ഈ ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിന്റെ ബാക്ക് സ്റ്റോറി അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അറിയണമെങ്കിൽ അതും കൂടി കമന്റ് ഡൗൺ ചെയ്യൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവ് ചെയ്തിട്ടൊന്ന് പരിഗണിക്കും. നമ്മളൊരു ഓൾമോസ്റ്റ് 700+ വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓൾവേസ് വെൽക്കം. ടേക്ക് കെയർ, ബൈ ബൈ.